ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുവന്യരായ പണ്ഡിതരെ, എൻ്റെ മുന്നിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന എൻ്റെ പിഞ്ചു മക്കളെ, വിദ്യാർത്ഥികളെ, അതിഥികളെ, ആദ്യമായി പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഖിബലയും രണ്ടാമത്തെ പള്ളിയും എന്നറിയപ്പെടുന്ന ബൈത്തുൽ മുഖദ്ദസിൻ്റെ മുറ്റത്ത് അള്ളാഹുവിനെ സാഷ്ടാംഗം നമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മുസ്ലിം സഹോദരങ്ങളിൽ നിന്നുള്ള അഭിവാദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് അർപ്പിക്കുന്നു. ഒരു അധ്യാപകനായിട്ടല്ല ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത്, മറിച്ച് നിങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ വിദ്യ അഭ്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശുഭവാർത്ത നിങ്ങൾക്കുണ്ട്. നിങ്ങൾ ഈ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ മഹാനായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് നൽകിയ ആ ശുഭവാർത്ത അനുസരിച്ചു കൊണ്ടുള്ളതാണ്. വിദ്യയ്ക്കു വേണ്ടി യൂണിവേഴ്സിറ്റികളും മദ്രസകളും സ്ഥാപനങ്ങളും ഉണ്ടാക്കുക എന്നത്, വിശിഷ്യ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ഭാഷയായി തിരഞ്ഞെടുത്ത അറബി ഭാഷ പഠിപ്പിക്കുവാൻ വേണ്ടി ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടാക്കുക എന്നത് സ്തുത്യർഹമായ ഒരു പ്രവർത്തനമാണ്. അറബി ഭാഷ അത് ഖുർആനിന്റെ ഭാഷയാണ്, അത് സ്വർഗത്തിന്റെ ഭാഷയാണ്, അത് ലോക മുസ്ലിങ്ങളുടെ ഭാഷയാണ്. അറബി പഠിക്കുന്നവർക്കും പഠിപ്പിക്കുന്നവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുമെന്നതിൽ സന്ദേഹമില്ല. ചെറുപ്പകാലം മുതലേ ഒരു കുട്ടി അറബി ഭാഷ പഠിക്കുവാൻ മുന്നോട്ട് വരികയാണെങ്കിൽ അവന് ആ ഭാഷ സ്വായത്തമാക്കാൻ കഴിവുണ്ടാകുമെന്നതിന് ഏറ്റവും വലിയ തെളിവാണ് തൊട്ടു മുമ്പ് ഈ സ്റ്റേജിൽ സുന്ദരമായ ഭാഷയിൽ ഒരു കുട്ടി ഇവിടെ അറബിയിൽ പ്രഭാഷണം നടത്തിയത്. അതുകൊണ്ട് അറബി ഭാഷ കുട്ടികളെ പഠിപ്പിക്കുവാൻ ഞാൻ നേതാക്കളോട്, കാരണം അത് ഭൂമിയിൽ മാത്രമല്ല, ഭൂമിക്കും അതുപോലെ പരലോകത്തിനും ഇടയിൽ ബന്ധമുണ്ടാക്കുന്ന ഭാഷയാണ്. ഈ വിദ്യാർത്ഥികൾക്കിടയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. കാരണം ഞാൻ ചെറുപ്പം മുതലേ ഒരു വിദ്യാർത്ഥിയാണ്. പരമ്പരാഗതമായി എൻ്റെ പിതാക്കളിലൂടെ ഞാനൊരു വിദ്യാർത്ഥിയായി വളർന്നവനാണ്. സഹീഹുൽ ബുഖാരിയിൽ നമുക്കൊരു ഹദീസ് കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിദ്യയുടെ പ്രാധാന്യം അറിയിക്കുവാൻ വേണ്ടി ആദ്യമായി പഠിച്ചത് പേനയായിരുന്നു അത്രേ. ഇത് നിങ്ങളുടെ ഒരു ഉത്തരവാദിത്തമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിനുവേണ്ടി സേവനം ചെയ്യുന്ന പണ്ഡിതന്മാർക്ക് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം അറബ് ലോകത്തിൽ നിന്ന് ഈ ഇന്ത്യ രാജ്യത്തേക്ക് പരിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശത്തെ പ്രചരിപ്പിച്ച കച്ചവടക്കാർക്കും ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമല്ല, മറിച്ച് അത് ജനങ്ങൾക്കിടയിൽ ബന്ധം സ്ഥാപിക്കുവാനുള്ള, ക്രയവിക്രയങ്ങൾക്കുള്ള ഒരു മാർഗം കൂടിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് എനിക്കിവിടെ വരുവാനും നിങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുവാനും അവസരം നൽകിയതിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതിന് പുറമെ എന്നെ എത്തിക്കുവാൻ വേണ്ടി സേവനമനുഷ്ഠിച്ച ഈ അഹമ്മദ് സാഹിബിനെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അദ്ദേഹം